ഉസ്താദിന് എപ്പോഴാണ് എന്നെ കണ്ടതായി ഓർമ്മയുള്ളത്? ഒരു ചെറിയ കുട്ടി ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് നിങ്ങളെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉസ്താദ് പ്രസംഗത്തിൽ സദസ്സിൽ വിളിച്ചിട്ട് അന്ന് അബ്ദുറഹ്മാനെ നീ വിളിച്ചിട്ട് എന്തോന്ന് ചോദിച്ചു എന്ന് തന്നെ എനിക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയത് മർക്കത്തിൽ പഠിച്ചിട്ടാണല്ലോ. അന്ന് ഉസ്താദ് എന്നോട് തന്നെ ഇനി മർക്കസിലേക്ക് പോരിന്ന് പറഞ്ഞു. ഉസ്താദ് പരിചയപ്പെട്ടത് മുതൽക്ക് ഒരു ബാപ്പയുടെ അല്ലെങ്കിൽ അതിലപ്പുറം ബാപ്പയുടെ കാര്യത്തിൽ പോലും ഉസ്താദിനോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മകനെപ്പോലെ വളർത്തിയെടുത്തതാണല്ലോ. ഉസ്താദ് അവറുകളെ വിനീതനായ ഞാൻ പരിചയപ്പെട്ട സമയത്തെ സംബന്ധിച്ച് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 1978 കാലത്ത് ചിയ്യൂര് പള്ളി ദർസിലോതുന്ന സമയത്ത് ഒരു വലിയ വിപുലമായ പരിപാടി വാണിമേൽ പ്രദേശത്ത് നടന്നിരുന്നു. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു വിപുലമായ പരിപാടി. മർഹൂം അഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ മുദരിസ് അതിൻ്റെ പ്രധാന സംഘാടകനായിരുന്നു. അവിടെ ഒരു എല്ലാവരും കൂടി നടത്തുന്ന ഒരു മദ്രസ കോളേജ് എന്ന പേരിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സമീപത്താണ് പരിപാടി ഉണ്ടായിരുന്നത്. സുന്നികളുടെ വിഷയത്തിൽ അഖീദയോ ഫിഖ്ഹോ ഉൾപ്പെടാതെ അഖീദയും ഫിഖ്ഹുമൊക്കെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ കൈകാര്യം ചെയ്യുകയും തജ്വീദ് പോലുള്ള ചില വിഷയങ്ങൾ സുന്നികൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് സംയുക്ത മദ്രസ എന്നായിരുന്നു അതിന് അവർ പേര് പറഞ്ഞിരുന്നത്. അവിടെ നടന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു വിപുലമായ പരിപാടി മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വയലിത്തറ കുഞ്ഞു മുഹമ്മദ് മൗലവി തുടങ്ങി പലരും അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ദർസിൽ നിന്ന് ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി, അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണത്, അവിടെ വന്ന് ക്ലാസ് മുഴുവനും ഒപ്പിയെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ ഉസ്താദിനോടുള്ള ഒരു അതിരറ്റ സ്നേഹവും മതിപ്പും എൻ്റെ മനസ്സിൽ വളർന്നു വന്നിരുന്നു. അതിനു മുമ്പ് ഉസ്താദിനെ കാണുകയും ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അന്ന് മുതലാണ് കൂടുതൽ ഓർമ്മയിലുള്ളത്. ഉസ്താദിന് എപ്പോഴാണ് എന്നെ കണ്ടതായി ഓർമ്മയുള്ളത് എന്ന് പറയാൻ കഴിയുമോ? എന്ന് പറഞ്ഞ ആ ഇനത്തിൽ നമ്മളെ ഈ ചർച്ചയെ ഞാൻ കണക്കാക്കുന്നു. നാം തമ്മിൽ കണ്ടത് എവിടെ നിന്നാണെന്ന് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും ഞാൻ ആ ഭാഗത്ത് എവിടെ വയത് പറയുമ്പോഴും ഒരു ചെറിയ കുട്ടി ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് നിങ്ങളെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലേറ്റവും പ്രധാനമായത് കുറ്റ്യാടിയിൽ എൻ്റെ മുമ്പ് മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലുള്ള ആളുകളൊക്കെ വന്നിട്ട് സുന്നികൾക്ക് പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അവരെ ഓടിക്കുകയും അത് പറയാതെ വരികയും ചെയ്തതിന് ശേഷം സംഘടിപ്പിക്കപ്പെട്ട വലിയ ഒരു പരിപാടിയായിരുന്നു ഞാൻ പോയത്. അന്നും ഇന്നും പരിപാടിയുടെ സദസ്സ് നോക്കിയാൽ വളരെ അധികം വ്യത്യാസമുണ്ട്. അന്ന് ഈ കറുത്ത മുടിയുള്ള സദസ്സിലെ ആയിരങ്ങൾ ഒന്നായിട്ട് ഒരേ വലിപ്പത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരത്ഭുതമായിട്ട് തോന്നുമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് എല്ലാവരും തലക്കെട്ട് കെട്ടുകയോ അല്ലെങ്കിൽ തല ടവൽ കൊണ്ടെങ്കിലും മറക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ 10,000-ങ്ങളെ നാം കാണാറുള്ളത്. അങ്ങനെ
മുമ്പൊക്കെ സുന്നികളെ ആട്ടിയോടിച്ച സ്ഥലം എന്ന നിലക്ക് വളരെ ഗൗരവമായ ശ്രദ്ധയോടുകൂടി സുന്നികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിക്കാണ് ഞാൻ വന്നത്. അന്ന് എന്നോട് എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ കഴിയും എന്ന നിലക്ക് ചോദ്യം കിട്ടുന്നത് എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ അവിടെ വന്നപ്പോൾ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ദുആ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മഴക്കാറ് വളരെ ഗൗരവമായി മഴ പെയ്യും എന്നൊന്ന് തോന്നൽ വന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്ക് മഹാനായ ഗൗസുൽ ആസം മുഹീദ്ദീൻ ശൈഖിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ മഴ വേണ്ട എന്ന് ഞാൻ പറഞ്ഞുപോയി. പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബേജാറായത്. ഗൗസുൽ ആസമിൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് അഥവാ മഴ പെയ്താൽ ബുദ്ധിയില്ലാത്ത ഒരു ഗൗസുൽ ആസമിനെയാണല്ലോ താഴ്ത്തി പറയുക, അത് ഞാൻ കാരണക്കാരനാകുമോ എന്ന് എനിക്ക് പേടിയായി. പക്ഷേ അല്ലാഹു തആല അത് സ്വീകരിച്ച് കുറ്റ്യാടിയിൽ മഴയില്ലാതെയും പരിസര പ്രദേശങ്ങളിലെല്ലാം മഴ വർഷിക്കുകയും ചെയ്തുകൊണ്ട് 1-2 മണിക്കൂർ ഞാൻ അവിടെ പ്രസംഗിച്ചു. അന്ന് ചോദ്യങ്ങൾ നിരവധിയായിരുന്നു. മൻ നബി എന്ന് റസൂലുള്ളാഹിനോട് ചില ആളുകൾ ചോദിച്ചതുപോലെ ചിലർ എൻ്റെ പിതാവാരാണ് എന്നുവരെയുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടാകലുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവിടുന്ന് പറയുന്നതെല്ലാം സ്വീകരിക്കുമെന്നായിരുന്നു ഒരു മുജാഹിദിൻ്റെ ചോദ്യം. ആ ചോദ്യം കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് വന്നുപോയി, പിതാവില്ലാത്ത ആളാണ് ഈ ചോദിച്ചത് എന്ന്. ഏതായാലും ഞാൻ മറുപടി പറയുകയും വയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യകർത്താവിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ആ വാക്ക് സത്യമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും അന്നത്തെ ആ വലിയ പരിപാടിയിൽ എഴുതിയെടുക്കുന്നത് കണ്ടു എന്ന നിലക്ക് നിങ്ങളെ എനിക്ക് വലിയ സന്തോഷമാവുകയും തൃപ്തിപ്പെടുകയും ചെയ്തിരുന്നു. അന്നു മുതൽക്കാണ് നമ്മൾ തമ്മിൽ കണ്ട ശരിയായ ഓർമ്മ എനിക്ക് ഉള്ളത്. അതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ നെഹ്വിൻ്റെ കിതാബ് പോകുന്ന കാലത്താണ് വാണിമേൽ പരിപാടി നടന്നിരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് അതങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഞാൻ പിന്നീട് പല സ്ഥലത്തും അതൊരു സാധാരണ നിലക്കുള്ള കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില സംവാദങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരം സംവാദത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ പറഞ്ഞ് ആവർത്തിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. വാണിമേൽ പരിപാടി നടന്നത് ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു വാഹനത്തിൽ പേരോട് നിന്ന് വാഹനത്തിൽ ഞങ്ങൾ കുറേ ആൾക്കാർ ഉസ്താദിൻ്റെ പ്രസംഗത്തിന് വന്ന് അന്ന് നിലത്തിരുന്ന് പ്രസംഗം കേട്ടവനാണ് ഞാൻ. ഉസ്താദ് ഈ പറഞ്ഞ മഴ വന്നതൊക്കെ എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. മഴ പെയ്യാന്ന് ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് തുടങ്ങി ചൂടാകുന്ന സമയത്താണ് പ്രസംഗം ചൂടാകുക എന്ന് പറയുന്നൊരു രംഗമുണ്ടല്ലോ, ആ സമയത്താണ് മഴ ചാറിയത്. അപ്പോൾ ആരും എഴുന്നേൽക്കണ്ട, എല്ലാവരും അവിടെ ഇരുന്നോളൂ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് ഞെട്ടിയവനാണ്. ഉസ്താദ് പറഞ്ഞ പോലെ അഥവാ പെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂക്കുവിളി നടക്കുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചെത്തനാണ് ഞാൻ. അൽഹംദുലില്ലാ പിന്നെ പരിസരങ്ങളിൽ മാത്രം നമ്മൾ വയത് കഴിഞ്ഞ് തിരിച്ചു വരും പരിസരങ്ങളിലൊക്കെ മഴയുണ്ട്, അവിടെ മാത്രം മഴ പെയ്തിരുന്നില്ല. നല്ല ഓർമ്മ എനിക്കുണ്ട്. അത് പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന സമയത്താണ്. പിന്നീട് ഉസ്താദ് അവറുകൾ പല സ്ഥലങ്ങളിൽ വെച്ചും
പ്രസംഗം ഞാൻ കേൾക്കാറുണ്ടെങ്കിലും പുല്ലൂക്കരയിലേക്ക് തന്നെ ഒരു ദിവസം ഉസ്താദിനെ ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പുല്ലൂക്കര പഠിക്കുന്ന കാലത്ത് EK ഹസൻ മുസ്ലിയാർ അവറുകൾ ഒരു ദിവസവും ഉസ്താദ് അവറുകൾ 2 ദിവസവുമായിട്ട് ഒരു പരിപാടി അവിടെ പുല്ലൂക്കരയിലെ പ്രമുഖരായ ആളുകൾ, അവിടുത്തെ എൻ്റെ ഉസ്താദ് കൂടിയായ ആർ അബ്ദുൽ ഖാദർ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച് ബഹുമാനപ്പെട്ടവർ ആണതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ അന്ന് ഹസൻ മുസ്ലിയാർക്ക് എന്തോ ചെറിയ ക്ഷീണമോ മറ്റോ ആയിട്ട് ഹസൻ മുസ്ലിയാർ അവറുകൾ വരാൻ സാധിച്ചില്ല. അള്ളാഹു എല്ലാവരുടെയും ഖബറിൽ ദർജ കൊടുക്കട്ടെ. അന്ന് പിറ്റേ ദിവസവും ഉസ്താദും വന്നില്ലെങ്കിൽ അവിടെ വളരെ വിഷമാവുമെന്ന് തോന്നിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി മർക്കസിലേക്ക് പുറപ്പെട്ടു. ഞാൻ അവിടുത്തെ ഒരു മുത്തല്ലിമാണ്. പ്രസംഗിച്ച് തുടങ്ങുന്ന സമയമാണ്. ഞാൻ ആദ്യത്തെ വയത് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് TC മുഹമ്മദ് മുസ്ലിയാരുടെ 10 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ മൂപ്പർക്ക് 2 ദിവസം വരാൻ കഴിയാത്തതുകൊണ്ട് പകരം വയത് പറഞ്ഞിട്ടാണ് ഞാൻ വയത് തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെയാണ്. ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി വന്നു. മർക്കസിൽ അന്ന് ചെറിയ ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. മർക്കസ് ഉണ്ടായിരുന്നു. മർക്കസ് 83-ലാണല്ലോ SSFന്റെ സ്റ്റേറ്റ് സമ്മേളനം 10ാം വാർഷികവും നടന്നതും അതുപോലെ കൊട്ടപ്പുറം സംവാദം നടന്നതൊക്കെ 83-ലാണ്. അതിന്റെ നേരെ മുമ്പത്തെ വർഷമാണ് ഹസൻ മുസ്ലിയാർ വഫാത്താകുന്നത്. ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന്റെ കുറച്ച് മുമ്പാണ് ഈ പറഞ്ഞ പരിപാടി. ഹസൻ മുസ്ലിയാരെ ക്ഷണിച്ചിരുന്നു. നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഹസൻ മുസ്ലിയാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി വന്നു. മർക്കസിൽ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉസ്താദ് പുറപ്പെടുന്നു. നടന്നിട്ട് കാരന്തൂർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് നമ്മൾ 2 കൂടി ഒരു ബസ് കയറി കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഉസ്താദ് ഒരു ഓട്ടോറിക്ഷ കൂട്ടി. എന്നിട്ട് അവിടെ മൊഹീദ്ദീൻ പള്ളിയുടെ സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, പാളയം ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടുന്ന് ഒരു കോഓപ്പറേറ്റീവ് ബസ് കയറി. അങ്ങനെ നമ്മൾ മാഹിയിലേക്ക്, കണ്ണൂരിലേക്ക് പോകുന്ന ബസ് കയറി മാഹിയിലേക്ക് ടിക്കറ്റ് എടുത്തു. മാഹിയിൽ പോയി ഇറങ്ങി. അതിൻ്റെ കാലുമേലന്ന് നീരുണ്ടായിരുന്നു. രാത്രി ഉറക്കമൊഴിച്ച് പകൽ ക്ലാസ് എടുക്കാൻ മർക്കസിൽ വന്ന് അങ്ങനെ ഉറക്കമൊഴിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് കാല് കണ്ടിട്ട് ഭയങ്കര പേടിയായി. കാൽമേൽ നീര് ഉണ്ടാകുമ്പോൾ എന്തോ ഒരു മോശമാണ്, വളരെ കാലം പിന്നെ ഉണ്ടാവില്ല എന്നായിരുന്നു അന്ന് എൻ്റെ ധാരണ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായി. ഏതായാലും ഉസ്താദിൻ്റെ സീറ്റ് തന്നെ ഞാൻ ഇരുന്നു ഇരിക്കാൻ. കാരണം ഒന്ന് ഉസ്താദിൻ്റെ സീറ്റിൽ ആരെങ്കിലും വന്നിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തത് എനിക്ക് ചിലതെല്ലാം ചോദിച്ച് പഠിക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ അന്ന് ചില സംശയങ്ങൾ ചോദിച്ചു. അതിലൊരു സംശയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചോദിച്ച ഒരു സംശയം ഈ സമാഉൽ മൗത്തയെ സംബന്ധിച്ചാണ്. മരിച്ചുപോയ ആളുകൾ ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഹദീസിലൊക്കെ ഇന്നഹുല യസ്മഉ ഖർആനി ആലിഹിം, ആളുകളുടെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും ഖബറിലൊരാൾ കേൾക്കൂന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ വൈരുദ്ധ്യമാവൂലേ എന്നതായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ ഉസ്താദ് നല്ല മറുപടി പറഞ്ഞു തന്നു. ഉസ്താദ് എന്ന് പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞ കേൾവിയുടെ ഉദ്ദേശം നമ്മൾ സാധാരണ അറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന കേൾവി, ആ കേൾവിയല്ല അതുകൊണ്ട് ഉദ്ദേശം ഉപകരിക്കൂല എന്നാണ്. സാധാരണ കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടി പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയലുണ്ട്. അതിൻ്റെ അർത്ഥം കാത് കേൾക്കൂല എന്നല്ലല്ലോ, അതിൻ്റെ അർത്ഥം പറഞ്ഞത് സ്വീകരിക്കൂല എന്നാണല്ലോ, അനുസരിക്കൂല എന്നാണല്ലോ. അപ്പോൾ അതുപോലെ ഈ മക്കയിലെ മുശ്രിക്കീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ അവർ ക്ഷണം സ്വീകരിക്കൂല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തഫ്സീറിൻ്റെ കിതാബിലൊക്കെ സമായ കബൂലിൻ്റെ മേനക്കുള്ള സമായ ഉണ്ടാവില്ല എന്നാണ് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അതേസമയത്ത് ഹദീസിലും മറ്റും പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് കാര്യം അറിയാൻ സാധിക്കും. കേൾവി കൊണ്ടാണല്ലോ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ശബ്ദം കേട്ടിട്ടാണല്ലോ അറിയാം. അപ്പോൾ അത് പുറത്തുള്ള ആളുകൾ സലാം ചൊല്ലിയാലും അതുപോലെ തന്നെ പുറത്തുള്ള ആളുകൾ വിളിച്ചാലും അങ്ങനെയൊക്കെ അവർ അറിയും, കേൾക്കും എന്നാണ്. ആ പറഞ്ഞ കേൾവിയൊന്ന് വേറെയാണ്. അപ്പുറത്ത് പറഞ്ഞ കേൾവി അത്
സ്വീകരിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഉസ്താദ് വിശദീകരിച്ചു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മറുപടി. ഒരു ഷാഫിയായ മറുപടി കിട്ടുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറെയും ഏതോ 1-2 സംശയം എങ്ങനെ ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു. നമ്മൾ മാഹിയിലെത്തി. മാഹിയിൽ നിന്ന് ഉസ്താദ് തന്നെ ഇറങ്ങിയിട്ടൊരു ടാക്സി വിളിച്ച് ഞാനും അതിൽ കയറി. ഞാൻ ചെറുതാണ്. അങ്ങനെ നമ്മൾ പുല്ലൂക്കര പോയി. അന്നത്തെ ദിവസം ഉസ്താദ് നല്ല വയല് പറഞ്ഞു. വയല് പറഞ്ഞിട്ട് ഉസ്താദ് അന്ന് ഒരു ചെറിയ കിടക്ക കൊണ്ടുപോകുന്നത് പള്ളിയിലിട്ട് ഉസ്താദ് അവിടെ തന്നെയാണ് അന്ന് കിടന്ന് ഉറങ്ങിയത്. ഉസ്താദിന് അന്ന് കുറേ ചികിത്സ സംബന്ധമായ കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഉസ്താദിനെ മന്ത്രിക്കുകയൊക്കെ ചെയ്ത് രാവിലെ ഉസ്താദ് എഴുന്നേറ്റ് അവിടുന്ന് മർക്കസിലേക്ക് തന്നെ വന്ന് പിറ്റേ ദിവസം ഉസ്താദ് അതേപോലെ തന്നെ അവിടെ വന്ന് പ്രസംഗിച്ചു. അന്നാണ് ഞാൻ കൂടുതൽ ഉസ്താദുമായിട്ട് അടുക്കുന്നതും ഉസ്താദിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഉസ്താദ് പ്രസംഗത്തിൽ സദസ്സിൽ വിളിച്ചിട്ട് അന്ന് അബ്ദുറഹ്മാനെ നീ വിളിച്ചിട്ട് എന്തോന്ന് ചോദിച്ചു എന്ന് തന്നെ എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ ഓർമ്മ പോലെ തോന്നുന്നുണ്ട്. ഒരിക്കൽ അത് മുമ്പോ അതിൻ്റെ ശേഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. തളീക്കര എന്നുണ്ട്, കുറ്റ്യാടിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ ബസ്സിന് കയറി തളീക്കര വന്നിറങ്ങി. നല്ല ആളുണ്ട്. ഉസ്താദ് എത്തുന്നില്ല. ഞാൻ പ്രസംഗം തുടങ്ങിയ കാലമാണ്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് ഇവൻ പ്രസംഗിക്കുക. അപ്പോൾ വന്ന ആളുകൾ ഇങ്ങനെ സ്ഥലത്തായിട്ട് ബേജാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ സ്റ്റേജിൽ കയറി ഫാത്തിഹ ദ്വാരന്ന് കഴിയുമ്പോഴേക്ക് ഉസ്താദ് എത്തി. അപ്പോൾ ആ പ്രസംഗം ഉസ്താദ് തന്നെ വന്ന് പ്രസംഗിച്ച് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഉസ്താദിനോട് ഞാനും വന്ന് അന്നവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഞാൻ പോയി. ഉസ്താദ് രാവിലെ മർക്കസിലേക്ക് പോന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് തുടക്കത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യത്തെ 1-2 ആഴ്ചകൾ അങ്ങനെയാണ് ഉണ്ടായത്. അൽഹംദുലില്ലാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന പേരിൽ സഖാഫി ആയത് മർക്കത്തിൽ പഠിച്ചിട്ടാണല്ലോ. അപ്പം ഈ മർക്കത്തിനെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴാണ് കേട്ടത്? നിങ്ങളൊക്കെ ഹൃദയത്തിൽ അന്ന് ഈ സ്ഥാപനത്തെ പറ്റി വല്ല അറിവും ഉണ്ടോ? മർക്കസിൽ ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം മർക്കസ് തുടങ്ങിയ കാലമാണ്. മർക്കസ് പുരോഗമിച്ചിട്ടില്ല. അപ്പം അന്നേ മർക്കസിനെ ഞാൻ അറിയും. ഉസ്താദാണ് അതിൻ്റെ പ്രധാന ശില്പി എന്ന് പറയും. പക്ഷേ ഉസ്താദ് അവറുകൾ അന്നൊക്കെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി മർക്കസ് പടുത്തുണ്ടാക്കുന്ന നല്ല തിരക്കും സംഘടനയുടെ നല്ല തിരക്കും ഉള്ള സമയമാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് മർക്കസിൽ വന്ന് പഠിക്കുക എന്നത് എൻ്റെ മനസ്സിൽ ആദ്യ സമയത്ത് ഉദിച്ചിട്ടേ ഇല്ല. കാരണം ഉസ്താദിന് സമയം കിട്ടില്ല, പിന്നെ അവിടെ ആരാണ്ടാവുക എന്നറിയില്ല. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഏതായിരുന്നാലും കോളേജിലേക്ക് പോകണമെന്ന് ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് സമ്മതം തരുന്നവരെ ഞാൻ അങ്ങോട്ട് ചോദിക്കൂല എന്ന് നേരത്തെ തീരുമാനിച്ച് വെച്ചതാണ്. അപ്പോൾ ഉസ്താദിന് കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ എവിടെ എന്നൊരു ചിന്ത കൽബിൽ വന്നു. അപ്പോൾ എൻ്റെ ബാപ്പക്ക് സുഖമില്ലാത്തതുകൊണ്ട് ദിവസേന വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടാണ് ഞാൻ 2-3 വർഷം, അതായത് ഒരു 6-7 കിലോമീറ്റർ ദിവസം നടക്കും. അങ്ങനെയാണ് ആദ്യകാലത്തൊക്കെ ഞാൻ ഓതി പഠിച്ചത്. ആ സമയത്താണ് ഞാൻ പ്രസംഗരംഗത്തും വാദരംഗത്തൊക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഉസ്താദ് ഉണ്ടാകാൻ സാധ്യത കുറവാണല്ലോ. ഞാൻ മർക്കസിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല, വരാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ബാക്കിയാത്ത് പോകണമെന്നായിരുന്നു. പക്ഷെ ബാപ്പക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുന്ന് ഒരു ബാപ്പാൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിലെത്താൻ കാറ് എടുത്ത് ഓടിയാൽ പോലും എത്താൻ അന്നത്തെ കാലത്ത് പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ബാക്കിയാത്ത് പോകണ്ട എന്ന് തീരുമാനിച്ചു, ബാപ്പാനെ പരിഗണിച്ചിട്ട്. പിന്നെ എൻ്റെ മനസ്സിൽ വന്നത് ശംസുൽ ഉലമ ഉള്ളത് ഇവിടെ നന്ദിയിലാണ്. അപ്പോൾ നന്ദിയിൽ പോകാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ SSFൻ്റെ എളിയ പ്രവർത്തകനായതുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ തന്നെയും പല വേദിയിലും SSFൻ്റെ പ്രവർത്തകൻ എന്ന നിലക്ക് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ നന്ദിയിൽ പോകാൻ തീരുമാനിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി എന്ന കാരണത്താൽ ചേറൂർ അബ്ദുള്ള എന്ന ഒരു വിദ്യാർത്ഥിയെ നന്ദിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് കേട്ടു.
അപ്പോൾ പിന്നെ എനിക്ക് ഉസ്താദിൻ്റെ കൂടെ പരിപാടി പങ്കെടുക്കാനൊന്നും കഴിയില്ലല്ലോ നന്ദി പോയാൽ. അതേ സമയത്ത് കെ ഉസ്താദിൻ്റെ കൂടെ ഒരു പരിപാടി പങ്കെടുക്കണമെങ്കിൽ ഉസ്താദ് അതിന് തടസ്സം ചെയ്യൂല എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഉസ്താദിൻ്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അന്നും, എന്നും അങ്ങനെയാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് മർക്കസ് പോവാം എന്നെൻ്റെ മനസ്സ് ഇങ്ങനെ മന്ത്രിക്കുന്ന സമയത്താണ് കല്ലിക്കണ്ടിയിൽ മുജാഹിദിനെതിരെ ഒരു പള്ളി ഉണ്ടാക്കി അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവിടെ പരിപാടിക്ക് വന്നു. അതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ചിരുന്നു, ഉസ്താദ് വരുന്നതിൻ്റെ തലേന്ന്. അന്ന് മുജാഹിദീങ്ങൾ 970 കല്ലിക്കണ്ടി നിങ്ങളെ അടുത്ത് തന്നെയാണ്. പാനൂർ കല്ലിക്കണ്ടി പുല്ലൂക്കരൊക്കെ അടുത്താണ്, പുല്ലൂക്കരയായിട്ട് അടുത്താണ്. അപ്പോൾ 982 വരെ പഠിപ്പിച്ച മദ്രസയിലെ പുസ്തകത്തിൽ അതിൽ കെ മൗലവിയൊക്കെ എഴുതിയ പുസ്തകമാണ്. അതിൽ നിസ്കാരത്തിൻ്റെ ഫർള് 14. 82 മുതൽക്ക് KNM പ്രസിദ്ധീകരിക്കുന്ന മദ്രസാ പുസ്തകത്തിൽ നിസ്കാരത്തിൻ്റെ ഫർള് 9. അത് ഞാൻ മുളിയങ്ങൽ ഒരു പ്രസംഗം നടത്തിയിട്ട് അവിടുത്തെ മദ്രസ പാഠപുസ്തകങ്ങൾ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കി. അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ അവിടെ വെച്ച് പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അതൊരു വലിയ വിവാദമായി. അങ്ങനെ 2 ചെറുപ്പക്കാർ കുട്ടികൾ ISMൻ്റെ കുട്ടികൾ വന്ന് പുസ്തകം കാണണമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ മുജാഹിദ് രാജിവെച്ച് സുന്നികളായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഉസ്താദ് അവിടെ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഉസ്താദിനോട് നേരത്തെ VPM ഫൈസി ഉസ്താദ് എപ്പോഴും ഒരിക്കലും ഇവനിങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ ആളാണെന്നുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ ഒരു അറിവ് എൻ്റെ അടുത്തുണ്ട്. അന്ന് അവിടെ നിന്ന് ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉസ്താദിൻ്റെ വണ്ടിയിൽ ആണ് ഞാൻ കയറി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങിയത്. അപ്പം അന്ന് ഉസ്താദ് എന്നോട് ഇനി മർക്കസിലേക്ക് പോരിന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉസ്താദിനോട് അപ്പം പറഞ്ഞു, മർക്കസിൽ ഉസ്താദ് അധികം ഉണ്ടാവില്ലല്ലോ, പിന്നെ ഞാനവിടെ വന്നിട്ട് ആരാ ഉണ്ടാകുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ അവിടെ മിച്ചാൽ ഉസ്താദിനെ നേരത്തെ എനിക്ക് പരിചയമില്ലായിരുന്നു. മിച്ചാൽ ഉസ്താദിൻ്റെയും കൂടി ഉസ്താദാണ്, ഓറുണ്ട്. അതുപോലെ നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാകും, അതുപോലെ അബ്ദുള്ള മുസ്ലിയാരുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആളുണ്ട്. ഞാനും പരമാവധി ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് വരാൻ കാരണമായതും മർക്കസിൽ വന്നതും. ഉസ്താദും VPM ഫൈസിയും ഒക്കെ അന്ന് മർക്കസിന് വേണ്ടി പല സ്ഥലത്തും യാത്ര ചെയ്യലും അതുപോലെ അവേൽസതങ്ങൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല, കൊണ്ടുള്ള പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു സമയത്ത് ഉസ്താദ് നിരന്തരം യാത്ര ചെയ്യാനും കുട്ടികളുടെ ഡ്രസ്സ് പോലും ഉസ്താദ് കെട്ടിവലിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉസ്താദിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, എവിടെയെല്ലാം യാത്ര ചെയ്തു, അങ്ങനെയൊക്കെയാണ്. അത് ഇപ്പൊ വർണ്ണിക്കാൻ കഴിയില്ല, അത്രയും യാത്ര. ബോംബെ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ പര്യായം എത്തിച്ചതാണ് ബോംബെ കസ്റ്റംസ്. എന്നാലും ഞാൻ ഇവിടെ യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ബോർഡിങ്ങിൽ പഠിക്കുന്ന മുതലാളിമാരുടെ മക്കൾ നല്ല ഫോറിൻ ഷർട്ട് ഇട്ടാണല്ലോ പള്ളിയിലേക്ക് വരിക. അപ്പോൾ ഈ യത്തീം മക്കൾ അത് വയന്നത് വിട്ട് പോകരുത്, അവർക്കും ഇതുപോലത്തെ തന്നെ കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ പല ആളുകളോടും വസ്ത്രത്തിൻ്റെ ശീല കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ സംഭാവന വാങ്ങിയിട്ട് കൊണ്ടുവരും. ബോംബെയിലൊക്കെ സുബ്ഹാനല്ലാഹ് പെട്ടിയൊക്കെ കൊണ്ട് കഴിച്ച് വലിച്ചെറിയലാണെന്ന് കസ്റ്റംസിൽ. ഇപ്പോഴാണ് ഈ ക്യാമറയിൽ വെച്ച് വല്ലതും കേടുണ്ടെങ്കിൽ മാത്രം അഴിക്കും അല്ലെങ്കിൽ വിട്ട് തരുന്നത്. ബോംബെയിൽ അങ്ങനെയല്ല, പെറുക്കിയിട്ട് ഒരു ദിവസമൊക്കെ കസ്റ്റംസിൽ ഇങ്ങനെ ആളവിടെ ആയിപ്പോവും. അതെ, എന്നാലും ഞാൻ ഈ ഒരു നെയ്യത്ത് കൊണ്ട് വിദേശത്ത് നിന്ന് നല്ല ഫോറിൻ ഷീലുകളും തട്ടുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ സഹായിക്കാൻ ആളുകൾ വളരെ കുറവാണ്. VPM വില്യാപ്പള്ളിയും ഞാനും ഒരിക്കൽ കുവൈത്തിൽ പോയപ്പോൾ 15 ദിവസം സെയ്ദ് യൂസഫ് അലിപ്പായിൻ്റെ വീട്ടിൽ അടുത്ത ചെരുവിൽ ഉറങ്ങിയിട്ടുണ്ട്. ആ 15 ദിവസവും ഞങ്ങൾക്ക്
പിരിക്കാനുള്ള അനുവാദം തന്നില്ല. അത് ഈ നാട്ടുകാരായ ചില ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ ഔക്കാഫിൽ തെറ്റായ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു നിലക്കും അനുവാദം ലഭിക്കാതെ വന്നപ്പോൾ അവസാനം സയ്യിദ് യൂസുഫ് റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി അവർ തന്നെ ഔക്കാഫിൽ വന്ന് ഔക്കാഫിന്റെ മുദീറിനോട് സംസാരിച്ചു. എന്തുകൊണ്ട് ഞാൻ ഉത്തരവാദിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാശ് പിരിക്കാനുള്ള അനുവാദപത്രം ഔക്കാഫിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെയധികം ശത്രുത ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികാർക്ക് നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ എവിടെയെങ്കിലും വിദ്യാർത്ഥികാരുടെ സ്ഥാപനങ്ങൾ എടുത്ത് കാണിച്ച് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പോയിട്ടേ ഇല്ല. നമ്മളെ ഹാലുമായിട്ട് പോകും, അവരുടെ ഹാലുമായിട്ട് പോകാനല്ല. അതിൻ്റെ ഇടയിൽ കിട്ടുന്നത് മുടക്കാനുള്ള പ്രവൃത്തിയാണ് നടക്കുക. അത് പല സ്ഥലത്തുനിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം, ഇപ്പം പറയുന്നില്ല. 5000 യത്തീം മക്കളുണ്ടെങ്കിലും ഞാൻ കൊടുക്കുമെന്ന് അബൂദാബിയിൽ നിന്ന് ഒരാള് ഏറ്റ്. പക്ഷെ അന്ന് ഇവിടെ 500 കുട്ടികളാണ് യത്തീംഖാനയുള്ളത്. അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടായിരുന്നു. അവൻ വളരെ ശക്തിയായിട്ട് ശിർക്കാണ് അവിടെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും സഹായം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയ കത്തിന്റെ കോപ്പി എനിക്ക് പിന്നീട് ആ ഷെയ്ഖ് തരികയുണ്ടായി. ആ നിലക്ക് എതിർപ്പുകളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായാൽ ആര് എന്ത് പറഞ്ഞാലും അതൊന്നും നടക്കൂല എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അതിലെ നമ്മൾക്ക് ഖദറിലുള്ള വിശ്വാസം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസം. അതില്ല എന്ന് വിശ്വസിക്കലാണ് വിദ്യാർത്ഥികാരുടെ വിശ്വാസം. സഹീഹ് മുസ്ലിമിന്റെ ആരംഭത്തിൽ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ.